ഈ വീഡിയോ കാണാൻ വലിയ ധൈര്യം വേണം, കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുപുറത്തുള്ള ആരുമല്ല, നിങ്ങളുടെ സ്വന്തം അമിതമായി സംസാരിക്കുന്ന നാവാണ് എന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരും. ഇന്ന് വരെ മാന്യതയുടെ പേരിലോ അല്ലെങ്കിൽ അല്പം ആളാകാൻ വേണ്ടിയോ നിങ്ങളെല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്ന ആ 5 സാമ്പത്തിക രഹസ്യങ്ങൾ, അതാണ് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം. ഇന്ന് നിങ്ങൾ മിണ്ടാതിരിക്കാൻ പഠിച്ചില്ലെങ്കിൽ നാളെ കരയാൻ തയ്യാറായിക്കൊള്ളുക. നമ്മുടെ ബന്ധുക്കൾ, സഹോദരങ്ങൾ, അമ്മാവന്മാർ എന്നിവരെല്ലാം നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരാണെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ ചിന്ത വളരെ മനോഹരമാണ്, വളരെ ആദർശപരമാണ്. എന്നാൽ യാഥാർത്ഥ്യത്തിന്റെ മണ്ണിൽ ഈ ചിന്ത നിങ്ങളെ നശിപ്പിക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ മനുഷ്യ മനഃശാസ്ത്രത്തിന്റെ ഒരു ഇരുണ്ട സത്യം വെളിപ്പെടുത്തിയിരുന്നു. അതിനെ ഇന്ന് നാം ആപേക്ഷിക ദാരിദ്ര്യം എന്ന് വിളിക്കുന്നു. ഇതിനർത്ഥം ഒരു മനുഷ്യന് തന്റെ സ്വന്തം ദാരിദ്ര്യത്തിലുണ്ടാകുന്നതിനേക്കാൾ വലിയ സങ്കടം തന്റെ വേണ്ടപ്പെട്ടവന്റെ സമ്പത്ത് കാണുമ്പോഴാണ് ഉണ്ടാകുന്നത് എന്നാണ്. ഇത് കൈപ്പേറിയതാണെങ്കിലും സത്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന്റെ പെരുമ്പറ മുഴക്കുമ്പോൾ കേൾക്കുന്ന ആളുടെ മനസ്സിൽ പ്രചോദനമല്ല, മറിച്ച് അസൂയയുടെ തീയാണ് നിങ്ങൾ ജ്വലിപ്പിക്കുന്നത്. ഈ അസൂയ വെറുമൊരു വികാരമായി മാത്രം നിൽക്കില്ല. അതൊരു നെഗറ്റീവ് എനർജിയായി, കണ്ണുകടിയായി, ഒടുവിൽ നിങ്ങൾക്കെതിരെയുള്ള ഗൂഢാലോചനകളായി മാറും. നിങ്ങളുടെ നെഞ്ചിൽ എന്നേക്കുമായി കുഴിച്ചുമൂടേണ്ട ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുകയാണ്. ആരെങ്കിലും എത്ര നിർബന്ധിച്ച് ചോദിച്ചാലും ശരി, ആരെങ്കിലും നിങ്ങൾക്ക് സത്യം വെച്ച് തന്നാലും ശരി, ആരെങ്കിലും നിങ്ങൾക്ക് മദ്യം നൽകി പറയിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ നാവിലൂടെ പുറത്തുവന്നാൽ അത് നിങ്ങളുടെ സ്വന്തം കാലിൽ കോടാലി അടിക്കുന്നതിനല്ല, കഴുത്തിൽ വാൾ വയ്ക്കുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കുക. ഇതിൽ ആദ്യത്തെയും ഏറ്റവും അപകടകരവുമായ കാര്യം നമ്മൾ പലപ്പോഴും ആളാകാൻ വേണ്ടി പറയുന്ന ഒന്നാണ്. ഒന്നാമത്തെ രഹസ്യം: നിങ്ങളുടെ യഥാർത്ഥ മാസവരുമാനം. ഇത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നാം. ഒരു കല്യാണത്തിനോ ചടങ്ങിനോ പങ്കെടുക്കുമ്പോൾ അകന്ന ഒരു ബന്ധു വന്ന് നിങ്ങളുടെ തോളിൽ കൈവച്ച് ചോദിക്കും, മോനെ, ഇപ്പോൾ പാക്കേജ് എന്താണ്? മാസം എത്ര സമ്പാദിക്കുന്നുണ്ട്? കൃത്യം ഈ നിമിഷത്തിൽ 99% ആളുകളും ഒരു വലിയ തെറ്റ് ചെയ്യുന്നു. അതിന്റെ വില അവർ വർഷങ്ങളോളം കൊടുക്കേണ്ടി വരും. അവർ സത്യം വിളിച്ചു പറയും. ഒന്നുകിൽ സത്യം പറയും, അല്ലെങ്കിൽ കോളർ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കുറച്ചുകൂട്ടി പറയും. യഥാർത്ഥ വരുമാനം പറയുന്നത് സമൂഹത്തിൽ നിങ്ങളുടെ വില കൂട്ടുമെന്ന് നിങ്ങൾ കരുതുന്നു. പയ്യൻ സെറ്റായി എന്ന ആളുകൾ ചിന്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ചാണക്യനീതി പറയുന്നത് സ്വന്തം സമ്പത്ത് പ്രകടിപ്പിക്കുന്നത് കള്ളന്മാരെയും നികുതി പ്രശ്നങ്ങളെയും ക്ഷണിച്ചുവരുത്തുന്നതിന് തുല്യമാണ് എന്നാണ്. നിങ്ങൾ കൃത്യമായ വരുമാനം പറയുന്ന ആ നിമിഷം കേൾക്കുന്ന ആളുടെ തലയിൽ ഒരു കാൽക്കുലേറ്റർ ഓണാകും. ഇത് മനഃശാസ്ത്രത്തിന്റെ വളരെ സൂക്ഷ്മമായ ഒരു കളിയാണ്. നിങ്ങൾ മാസം 1 ലക്ഷം സമ്പാദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് കരുതുക. ഇപ്പോൾ കേട്ടുനിൽക്കുന്ന വ്യക്തിയുടെ വരുമാനം ഒരുപക്ഷെ 30,000 ആയിരിക്കാം. ആ നിമിഷം തന്നെ അയാൾ നിങ്ങളുമായി ഒരു താരതമ്യ പഠനം തുടങ്ങും. അയാളുടെ തലച്ചോറ് ഇങ്ങനെ പ്രവർത്തിക്കും: ഓഹോ, ഇവൻ 1 ലക്ഷം സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ വസ്ത്രങ്ങളൊക്കെ സാധാരണമാണല്ലോ, ആ പഴയ ബൈക്കിൽ തന്നെയാണല്ലോ യാത്ര. അതിനർത്ഥം മാസം കുറഞ്ഞത് 70,000 രൂപയെങ്കിലും ഇവൻ ലാഭിക്കുന്നുണ്ട്. അതായത് ഇവന്റെ ബാങ്കിൽ ലക്ഷങ്ങളുണ്ട്. ഈയൊരു ചിന്ത നിങ്ങളെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു ATM മെഷീനാക്കി മാറ്റിയിരിക്കുന്നു. ഇനി അടുത്ത തവണ ആ ബന്ധുവിന് 50,000 രൂപയുടെ ആവശ്യം വരുമ്പോൾ അയാൾ ആരുടെ അടുത്തേക്ക് പോകും? അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. കാരണം നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്ന് അയാൾക്കറിയാം. നിങ്ങൾ തന്നെയാണ് അയാളോടത് പറഞ്ഞത്. ഇനി നിങ്ങളത് കൊടുക്കാൻ വിസമ്മതിച്ചാൽ ലോകത്തിലെ ഏറ്റവും മോശം മനുഷ്യനായി നിങ്ങൾ മാറും. മാസം 1 ലക്ഷം സമ്പാദിക്കുന്നുണ്ട്, എന്നിട്ട് സ്വന്തം സഹോദരന് ഒരു 500 രൂപ കൊടുക്കാൻ പറ്റില്ല. എത്ര വലിയ അഹങ്കാരിയാണ് എന്ന് അയാൾ പറയും. നോക്കൂ, നിങ്ങൾ സമ്പാദിക്കുന്നു എന്നതാണ് പ്രശ്നമല്ല. ആ വിവരത്തിന്റെ അസമത്വം നിങ്ങൾ ഇല്ലാതാക്കി എന്നതാണ് പ്രശ്നം. അവർക്ക് അറിയാത്ത കാലത്തോളം നിങ്ങൾ സുരക്ഷിതനായിരുന്നു. ഇപ്പോൾ അവർക്കറിയാം, അതിനാൽ നിങ്ങൾ അവരുടെ ഉന്നത്തിലാണ്. അപ്പോൾ എന്താണ് പ്രതിവിധി? കള്ളം പറയണോ? സത്യം പറയുന്നത് ധർമ്മമാണെങ്കിലും സ്വയരക്ഷയ്ക്കായി നിശബ്ദനായിരിക്കുന്നതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന സത്യം പറയുന്നതോ ആണ് നയതന്ത്രം എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ആളുകളുടെ മുന്നിൽ കുറച്ചു കാണിക്കാനുള്ള കല നിങ്ങൾ പഠിക്കണം. ആരെങ്കിലും എത്ര സമ്പാദിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും കൃത്യമായ ഒരു കണക്ക് പറയരുത്. എപ്പോഴും അവ്യക്തമായ ഒരു മറുപടി നൽകുക. പറയുക, അമ്മാവാ, ജീവിതം അങ്ങനെ ഒരുവിധം മുന്നോട്ടു പോകുന്നു. മാർക്കറ്റൊക്കെ വളരെ മോശമാണ്. എല്ലാം കഴിഞ്ഞ് കയ്യിൽ കാര്യമായിട്ടൊന്നും കിട്ടാറില്ല. EMIയും മറ്റ് ചിലവുകളും കഴിയുമ്പോൾ എല്ലാം തുല്യമാകും. ശ്രദ്ധിക്കുക, നിങ്ങൾ ദരിദ്രനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതലധികം പണമില്ല എന്നൊരു തോന്നൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ചിലവുകൾ കൂടുതലാണെന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ കേൾക്കുന്ന ആൾ നിങ്ങളെ ഒരു വരുമാന സ്രോതസ്സായിട്ടല്ല, മറിച്ച് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. രസകരമായ കാര്യം എന്തെന്നാൽ ആളുകൾക്ക് ദുഃഖിതരായ ആളുകളോട് അസൂയ തോന്നില്ല, മറിച്ച് അവരോട് സഹതാപമാണ് തോന്നുക. അവരുടെ മുന്നിൽ പണക്കാരനായി അഭിനയിച്ച് ചൂഷണത്തിന് ഇരയാകുന്നതിനേക്കാൾ 1,00,000 മടങ്ങ് നല്ലത് അവരുടെ കണ്ണിൽ ഒരു പാവമായി തുടരുന്നതാണ്. ഓർക്കുക, സമൂഹത്തിന് ഒരു റേറ്റ് കാർഡുണ്ട്. നിങ്ങളുടെ വരുമാനം നിങ്ങൾ വെളിപ്പെടുത്തുന്ന നിമിഷം സമൂഹം നിങ്ങളുടെ സാമ്പത്തിക നിലയ്ക്കുള്ള ഒരു ടാഗ് പതിപ്പിച്ചു തരും. വരുമാനം കുറവാണെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഒരു തീരുമാനങ്ങളിലും ഉൾപ്പെടുത്തില്ല. നിങ്ങളുടെ അഭിപ്രായത്തെ ഒരു ചവറായി അവർ കണക്കാക്കും. എന്നാൽ കൂടുതലാണെന്ന് പറഞ്ഞാലോ,
കുടുംബത്തിലെ എല്ലാ ചടങ്ങുകളുടെയും ചിലവുകൾ നിങ്ങൾ വഹിക്കണമെന്നും എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾ കൂടെ നിൽക്കണമെന്നും അവർ പ്രതീക്ഷിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം നിശബ്ദത പാലിക്കുക. നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് 3 പേർക്ക് മാത്രമേ അറിയാവൂ. 1 നിങ്ങൾ, 2 നിങ്ങളുടെ CA, പിന്നെ വളരെ അത്യാവശ്യമാണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി, അതും അവർ പക്വതയുള്ളവരാണെങ്കിൽ മാത്രം. ബന്ധുക്കളുടെ മുന്നിൽ എപ്പോഴും നിങ്ങൾ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന രീതിയിൽ മാത്രം കാണപ്പെടുക. ഇത് അവരുടെ അസൂയ ശമിപ്പിക്കുകയും നിങ്ങളുടെ പോക്കറ്റ് സുരക്ഷിതമാക്കുകയും ചെയ്യും. എന്നാൽ വരുമാനം മറച്ചുവെക്കുന്നത് വെറുമൊരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ അപകടം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. പണം സമ്പാദിക്കുക എന്നത് ഒരു കാര്യമാണ്. എന്നാൽ ആ പണം ഉപയോഗിച്ച് ഭാവിയിൽ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. സമയത്തിനു മുമ്പ് നിങ്ങൾ വെളിപ്പെടുത്തിയാൽ നിങ്ങളുടെ ഉറപ്പിച്ച വിജയങ്ങൾ പോലും തലകീഴായി മറിയാൻ കാരണമാകുന്ന ഒരു രഹസ്യമാണിത്. ഈ അടുത്ത പോയിന്റ് വളരെ സെൻസിറ്റീവാണ്. ഇതറിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം സഹോദരനോട് പോലും നിങ്ങളുടെ പ്ലാനുകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ഭയപ്പെടും. നിങ്ങളുടെ വിജയത്തെ ഗർഭത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന ആ രണ്ടാമത്തെ കാര്യമെന്താണ്? രണ്ടാമത്തെ രഹസ്യം, നിങ്ങളുടെ അടുത്ത വലിയ നീക്കം. ഈ രണ്ടാമത്തെ രഹസ്യം നിങ്ങളുടെ ആഗ്രഹങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. എന്തെങ്കിലും വലുതായി ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്ന ചില ഘട്ടങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരും. ഒരുപക്ഷേ നിങ്ങളൊരു പുതിയ വീട് വാങ്ങാൻ പോകുന്നതാകാം, പുതിയൊരു കാർ വാങ്ങാൻ ചിന്തിക്കുന്നതാകാം, അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ച് പുതിയൊരു ബിസിനസ് തുടങ്ങാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതാകാം. ആ സമയത്ത് നമ്മുടെ ഉള്ളിലെ ആവേശം വളരെ കൂടുതലായതിനാൽ ആ കാര്യം നമ്മുടെ വയറ്റിൽ കിടക്കില്ല. സ്വന്തം ആളുകളോട് പറഞ്ഞാൽ അവർ സന്തോഷിക്കുമെന്നും അഭിനന്ദിക്കുമെന്നും നമ്മൾ കരുതുന്നു. എന്നാൽ ഇവിടെയാണ് സമയത്തിനു മുൻപ് തന്നെ ആഘോഷമാക്കുന്ന ആ വലിയ തെറ്റ് നിങ്ങൾ ചെയ്യുന്നത്. വളരെ വ്യക്തമായ വാക്കുകളിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, മനസാ ചിന്തിതം കാര്യം വചസാ ന പ്രകാശയേത്. അതായത്, മനസ്സിൽ വിചാരിച്ച കാര്യം അത് പൂർത്തിയാകുന്നതുവരെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കരുത്. കാരണം ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ കൊട്ടിഘോഷിച്ചാൽ അത് പൂർത്തിയാകാനുള്ള സാധ്യത 90% കുറയുന്നു. ഇതിന് പിന്നിൽ വളരെ ആഴത്തിലുള്ള 2 കാരണങ്ങളുണ്ട്. ആദ്യത്തേത് മനഃശാസ്ത്രപരമാണ്, രണ്ടാമത്തേത് സാമൂഹികപരമാണ്. മനഃശാസ്ത്രപരമായ കാരണമെന്തെന്നാൽ, നിങ്ങൾ നിങ്ങളുടെ പ്ലാനിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ, ഉദാഹരണത്തിന്, ഞാൻ അടുത്ത മാസം ഒരു പുതിയ കാർ എടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ തലച്ചോറിന് ശരിക്കും ആ കാര്യം പൂർത്തിയാകുമ്പോൾ കിട്ടേണ്ട സന്തോഷം അപ്പോൾ തന്നെ ലഭിക്കുന്നു. സമൂഹത്തിൽ എനിക്ക് വലിയ അംഗീകാരം ലഭിച്ചു എന്ന് നിങ്ങളുടെ തലച്ചോറ് ചിന്തിക്കുന്നു. ഇതിന്റെ ഫലമായി ആ കാര്യം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ആ തീയും വാശിയും തണുത്തുപോകുന്നു. രണ്ടാമത്തെ കാരണം സാമൂഹിക തടസ്സമാണ്. നിങ്ങളൊരു പ്രത്യേക സ്ഥലത്ത് ഭൂമി വാങ്ങുന്നുവെന്ന് നിങ്ങളുടെ അമ്മാവനോട് പറഞ്ഞുവെന്ന് കരുതുക. ഇപ്പോൾ അവരുടെ ഉദ്ദേശ്യം മോശമായിരിക്കണമെന്നില്ല. എന്നാൽ അവരുടെ നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ പരാജയപ്പെടുമെന്ന അവരുടെ സ്വന്തം ഭയമോ നിങ്ങളെ കീഴ്പ്പെടുത്തും. അവർ പറയും, അയ്യോ, ആ പ്രദേശം അത്ര നല്ലതല്ല, അവിടെ ഭൂമികളിൽ കേസുകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് വളരെ മോശമാണ്, പണം നഷ്ടപ്പെടും. ഈ വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകും. നിങ്ങൾക്കുണ്ടായിരുന്ന ആ ആത്മവിശ്വാസം അതോടെ ഇളകിപ്പോകും. നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, ഒരുപക്ഷെ അമ്മാവൻ പറയുന്നത് ശരിയായിരിക്കാം, അവർ മുതിർന്നവരല്ലേ എന്ന് കരുതി നിങ്ങൾ ആ ഇടപാട് ഉപേക്ഷിക്കുന്നു. 6 മാസങ്ങൾക്ക് ശേഷം അതേ ഭൂമിയുടെ വില ഇരട്ടിയായെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, അതവരുടെ ഉപദേശമായിരുന്നില്ല, അതവരുടെ സ്വന്തം പരിമിതികളുടെ ഭയമായിരുന്നു. അതാണ് അവർ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത നീക്കം ഒരു രഹസ്യ ഓപ്പറേഷൻ പോലെ നടപ്പിലാക്കുക. രജിസ്ട്രേഷൻ പേപ്പറുകൾ കയ്യിൽ കിട്ടുന്നതുവരെ, പുതിയ വണ്ടി വീടിന്റെ ഗ്യാരേജിലെത്തുന്നതുവരെ, ബിസിനസ്സിൽ നിന്ന് ആദ്യത്തെ ലാഭം കിട്ടുന്നതുവരെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു വയ്ക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ കൊണ്ടല്ല, നിങ്ങളുടെ വിജയം കൊണ്ട് ആളുകളെ ഞെട്ടിക്കുക. ഓർക്കുക, ലോകം ബഹളങ്ങളല്ല, ഫലമാണ് കേൾക്കുന്നത്. നിങ്ങൾ റിസൾട്ട് കാണിക്കുന്ന അന്ന് ഇന്നലെ വരെ നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന അതേ ബന്ധുക്കൾ ഇന്ന് പറയും, നീ വലുതായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന്. എന്നാൽ നിൽക്കൂ, നിങ്ങളുടെ വിജയം മറച്ചുവെക്കുന്നത് മാത്രം മതി എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പാതി അപകടത്തിലാണ്. കാരണം ചാണക്യൻ പറയുന്നു, സ്വന്തം വിജയം മറച്ചുവെക്കുന്നത് എത്ര പ്രധാനമാണോ അതിനേക്കാൾ വളരെ പ്രധാനമാണ് സ്വന്തം പരാജയം മറച്ചുവെക്കുന്നത്. അതാണ് നമ്മുടെ മൂന്നാമത്തെയും ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നതുമായ രഹസ്യം. നല്ല വിവരമുള്ള ആളുകളെപ്പോലും സമൂഹത്തിന്റെ മുന്നിൽ പാവങ്ങളാക്കി മാറ്റുന്ന ഒരു തെറ്റ്. മൂന്നാമത്തെ രഹസ്യം, നിങ്ങളുടെ സാമ്പത്തിക നഷ്ടങ്ങളും കടങ്ങളും. ഇത് കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നാം. ആളുകൾക്ക് അസൂയ തോന്നാതിരിക്കാൻ നമ്മൾ സമ്പത്ത് മറച്ചുവെക്കുന്നു. അങ്ങനെയെങ്കിൽ ആളുകൾ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ദാരിദ്ര്യമോ നഷ്ടങ്ങളോ നമ്മൾ പറയേണ്ടതല്ലേ? നിങ്ങളുടെ ബാക്കിയുള്ള മാനവും കൂടി കളഞ്ഞുകുളിക്കാൻ കാരണമാകുന്ന ആ തെറ്റിദ്ധാരണ ഇതാണ്. ചാണക്യനീതി പറയുന്നു, ബുദ്ധിമാനായ ഒരു വ്യക്തി തന്റെ സമ്പത്തിന് സംഭവിച്ച നാശത്തെക്കുറിച്ച് മറ്റുള്ളവരോട് ഒരിക്കലും ചർച്ച ചെയ്യരുത് എന്ന്. എന്തുകൊണ്ട്? കാരണം നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം ഉദിച്ചുയരുന്ന സൂര്യനെയാണ് സല്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ ബന്ധുക്കളുടെ അടുത്ത് പോയി, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് വലിയ കടമുണ്ട് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടാൽ നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? അവർ നിങ്ങൾക്ക് പണം തരുമെന്നോ? അവർ നിങ്ങളെ സഹായിക്കുമെന്നോ?
ഒരിക്കലുമില്ല. അവർ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. ഒന്ന്, അവർ നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ പരിഹസിക്കുകയും നിങ്ങളൊരു പരാജയമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. അവർ പറയും, ഇവന് യാതൊരു വിവരവുമില്ല, ചൂതാട്ടം കളിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാണ് കാശ് പോയത്. വർഷങ്ങളായി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത നിങ്ങളുടെ സൽപ്പേര് ഒരു നിമിഷം കൊണ്ട് മണ്ണടിയും. പിന്നെ ഏറ്റവും അപകടകരമായ രണ്ടാമത്തെ കാര്യം, അവർ നിങ്ങൾക്കുള്ള ഭാവിയുടെ വഴികൾ അടച്ചുകളയും. ചിന്തിച്ചു നോക്കൂ, ഭാവിയിൽ നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും മെഡിക്കൽ അത്യാവശ്യത്തിന് പണം വേണ്ടിവരികയും നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്താൽ അവർ നിങ്ങൾക്ക് പണം നൽകില്ല. കാരണമെന്താണ്? നിങ്ങൾ നഷ്ടത്തിലാണെന്ന് നിങ്ങൾ തന്നെ അവരോട് പറഞ്ഞതാണ്. ഈ പണം എങ്ങനെ തിരികെ തരും എന്നാണ് അവർ ചിന്തിക്കുക. ഇവൻ നേരത്തെ തന്നെ മുങ്ങിക്കിടക്കുകയല്ലേ എന്നവർ കരുതും. കാട്ടിലെ നിയമം ഇതാണ്: മുറിവേറ്റ മൃഗത്തെ കൂട്ടം സഹായിക്കില്ല, മറിച്ച് വേട്ടക്കാരായ മൃഗങ്ങൾ അതിനെ ആദ്യം ഇരയാക്കുന്നു. നിങ്ങളുടെ ദൗർബല്യം പ്രകടിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളെത്തന്നെ ഒരു ഇരയാക്കി മാറ്റുകയാണ്. നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രഹസ്യ പോരാട്ടമാക്കി മാറ്റുക. നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുക. കൂടുതൽ ജോലി ചെയ്ത് അത് അടച്ചു തീർക്കുക. ബന്ധുക്കളുടെ മുന്നിൽ എപ്പോഴും സ്വയം പര്യാപ്തനായി നിൽക്കുക. നിങ്ങൾ നഷ്ടത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ മുഖത്ത് അത് പ്രകടമാകാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ഇമേജാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങൾ ശക്തനാണെന്ന സംസാരം മാർക്കറ്റിലുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളുമായി ചേരാൻ ആഗ്രഹിക്കും, നിങ്ങളോടൊപ്പം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കും. എന്നാൽ നിങ്ങൾ പാപ്പരാകാൻ പോവുകയാണെന്ന വാർത്ത പരന്നാൽ നിങ്ങളുടെ കൂടെ നിന്നവർ പോലും അവരുടെ കൈകൾ പിൻവലിക്കും. ഓർക്കുക, സഹതാപം എന്നത് വളരെ വിലകുറഞ്ഞ ഒരു കാര്യമാണ്, എന്നാൽ ബഹുമാനം എന്നത് വളരെ വിലപിടിപ്പുള്ളതാണ്. നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കാൻ ബന്ധുക്കളുടെ തൂവാല ചോദിക്കരുത്, കാരണം പിന്നീട് ആ തൂവാലയുടെ വില നിങ്ങളുടെ ആത്മാഭിമാനത്തിൽ നിന്നായിരിക്കും അവർ ഈടാക്കുക. നിങ്ങളുടെ വരുമാനം എങ്ങനെ മറച്ചുവെക്കാം, നിങ്ങളുടെ പ്ലാനുകൾ എങ്ങനെ മറച്ചുവെക്കാം, നിങ്ങളുടെ നഷ്ടങ്ങൾ എങ്ങനെ മറച്ചുവെക്കാം എന്നൊക്കെയാണ് ഇതുവരെ നമ്മൾ കണ്ടത്. എന്നാൽ ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ആ നാലാമത്തെ രഹസ്യത്തിലേക്കാണ് നാം ഇനി കടക്കുന്നത്. ഇതൊരു പ്രത്യേക വരുമാനമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ബന്ധുക്കൾക്ക് അറിയാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്പത്തിൽ അവർക്ക് ജന്മാവകാശമുണ്ടെന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങും. ഈ രഹസ്യം അത്രമേൽ സെൻസിറ്റീവാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് കടമായിട്ടല്ല ചോദിക്കുക, പകരം അവകാശമായിട്ടായിരിക്കും ചോദിക്കുക. ഈ തെറ്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അവരോട് പറ്റില്ല എന്ന് പറയാനും കഴിയില്ല, അതെ എന്ന് പറയാനും കഴിയില്ല. എന്താണ് അപകടകരമായ ആ നാലാമത്തെ രഹസ്യം? നാലാമത്തെ രഹസ്യം, നിങ്ങളുടെ വരുമാനത്തിന്റെ രഹസ്യ സ്രോതസ്സുകൾ. ഈ രഹസ്യം ഏറ്റവും അപകടകരമാകാൻ കാരണം ഇത് ആളുകളുടെ മാനസികാവസ്ഥയുമായാണ് നേരിട്ട് കളിക്കുന്നത് എന്നതാണ്. സമൂഹത്തിന് വളരെ വിചിത്രമായ ഒരു നിയമമുണ്ട്: വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പണത്തെ ആളുകൾ ബഹുമാനിക്കും, എന്നാൽ കൈയും കാലും അനക്കാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തോട് അവർക്ക് കടുത്ത അസൂയയായിരിക്കും. നിങ്ങൾ പകൽ മുഴുവൻ ഓഫീസിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുവെന്ന് കരുതുക. നിങ്ങൾ ബന്ധുക്കളോട്, ഞാൻ ഒരുപാട് ക്ഷീണിച്ചാണ് 2 പൈസ സമ്പാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് സഹതാപമുണ്ടാകും. പാപം, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നവർ പറയും. എന്നാൽ അബദ്ധത്തിൽ പോലും നിങ്ങൾ അവരോട്, എനിക്ക് വീട്ടിലിരുന്നാൽ തന്നെ ഷെയർ മാർക്കറ്റിന്റെ ലാഭമായി 20,000 രൂപ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ വെബ്സൈറ്റിൽ നിന്ന് എല്ലാ മാസവും എനിക്ക് 5,000 രൂപ അധിക വരുമാനമുണ്ട്, അതിന് ഞാനൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ കളിമാറും. ആ നിമിഷം അവരുടെ കണ്ണിൽ ആ പണത്തിന് യാതൊരു വിലയും ഉണ്ടാകില്ല. അവർ ചിന്തിക്കും, ഓ, ഇവനിത് വെറുതെ കിട്ടുന്ന കാശാണ്, യാതൊരു അധ്വാനവുമില്ലാത്ത കാശാണ്, ഇതിനുവേണ്ടി ഇവൻ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. ഈയൊരു ചിന്തയാണ് അവരുടെ ഉള്ളിൽ അവകാശബോധമുണ്ടാക്കുന്നത്. അവർക്ക് പണത്തിന്റെ ആവശ്യം വരുമ്പോൾ നിങ്ങൾ അവരെ സഹായിക്കണമെന്ന് കരുതിയല്ല അവർ ചോദിക്കുന്നത്, മറിച്ച് ഇവന്റെ കയ്യിൽ അധികം കാശുണ്ടല്ലോ എന്ന് കരുതിയാണ് അവർ ചോദിക്കുന്നത്. ഇവന് എന്ത് വ്യത്യാസം വരാനാണ്? ഇവനിത് വെറുതെയിരുന്ന് സമ്പാദിക്കുന്നതല്ലേ? നിങ്ങൾ കൊടുക്കാൻ വിസമ്മതിച്ചാൽ അവർ നിങ്ങളെ വെറുമൊരു പിശുക്കനായിട്ടല്ല, മറിച്ച് ദുഷ്ടനായിട്ടായിരിക്കും കാണുക. അവർ പറയും, ദൈവം ഇവന് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും ഇവന്റെ മനസ്സ് എത്ര ചെറുതാണ്. നോക്കൂ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ചോദിക്കാൻ ആളുകൾക്ക് നാണക്കേടായിരിക്കും. എന്നാൽ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ വെറുതെയിരുന്നോ കിട്ടുന്ന പണം ചോദിക്കുന്നത് അവരുടെ അവകാശമാണെന്ന് അവർക്ക് തോന്നും. അതുകൊണ്ട് ചാണക്യനീതിയുടെ ഈ ആധുനിക കാലത്തെ വ്യാഖ്യാനത്തിൽ ഈ നിയമം ഒരു കരിങ്കല്ലിൽ കൊത്തിയ പോലെ മനസ്സിലുറപ്പിക്കുക. നിങ്ങളുടെ അധിക വരുമാന സ്രോതസ്സുകൾ എപ്പോഴും ഒരു വലിയ രഹസ്യമായി സൂക്ഷിക്കുക. നിങ്ങൾക്ക് വാടകയിനത്തിൽ വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുക, വാടകക്കാർ വലിയ ശല്യമാണ്, കൃത്യസമയത്ത് പണം തരില്ല, പകുതി പണവും അറ്റകുറ്റപ്പണികൾക്കായി തന്നെ പോകും, തലവേദന കൂടുതലും വരുമാനം കുറവുമാണ്. ഇനി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നോ സൈഡ് ബിസിനസ്സിൽ നിന്നോ ആണ് സമ്പാദിക്കുന്നതെങ്കിൽ അവരോട് പറയുക, മാർക്കറ്റ് വലിയ റിസ്കിയാണ്, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പോകും, ഇപ്പോൾ ഇട്ട കാശ് പോലും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. നിങ്ങളുടെ വരുമാനം എളുപ്പത്തിൽ കിട്ടുന്നതാണെന്ന് അവർക്ക് തോന്നാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ഓരോ രൂപയും നിങ്ങളുടെ ചോരയും നീരും കഠിനമായ പോരാട്ടവും കൊണ്ട് കിട്ടിയതാണെന്ന് അവർക്ക് തോന്നണം. വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് പണം ലഭിക്കുന്നതെന്ന് തോന്നുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നതിനു മുൻപ് അവർ 10 തവണ ചിന്തിക്കും. ഓർക്കുക, നിങ്ങൾ ഭാഗ്യമുള്ള ഒരാളാണ് എന്ന ഇമേജിനു പകരം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു യോദ്ധാവാണ് എന്ന ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. ആളുകൾ യോദ്ധാവിനെ ബഹുമാനിക്കുന്നു, എന്നാൽ ലോട്ടറി അടിച്ചവനോട് ആളുകൾ ഓഹരി മാത്രമാണ് ചോദിക്കുന്നത്.
ഇപ്പോൾ നാം അഞ്ചാമത്തെയും അവസാനത്തെയുമായ രഹസ്യത്തിലേക്ക് കടക്കുന്നു. അത് എത്രത്തോളം പവിത്രമാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾക്ക് പുണ്യമല്ല, പാപമായിരിക്കും ലഭിക്കുക. വലിയ കൂട്ടുകുടുംബങ്ങളെ വരെ തകർക്കുന്ന ഒരു തെറ്റാണിത്. ഈ രഹസ്യം നിങ്ങളുടെ ഔദാര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഔദാര്യം രഹസ്യമാക്കി വച്ചില്ലെങ്കിൽ അത് ശത്രുതയ്ക്ക് ജന്മം നൽകുമെന്ന് ചാണക്യൻ പറയുന്നു. അഞ്ചാമത്തെ രഹസ്യം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന സഹായവും ദാനധർമ്മങ്ങളും. സങ്കൽപ്പിക്കുക, നിങ്ങൾക്ക് 2 അമ്മാവന്മാരുണ്ട്, വലിയ അമ്മാവനും ചെറിയ അമ്മാവനും. ചെറിയ അമ്മാവന്റെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ രഹസ്യമായി അദ്ദേഹത്തിന്റെ മകന്റെ കോളേജ് ഫീസ് അടച്ചുകൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് പണം നൽകി. ഇതുവരെ എല്ലാം ശരിയാണ്. നിങ്ങൾ പുണ്യമായ ഒരു കാര്യമാണ് ചെയ്തത്. എന്നാൽ ഈ വിവരം നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തുവന്ന് വലിയ അമ്മാവനിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധുവിലേക്കോ എത്തുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. സംസാരത്തിനിടയിൽ നിങ്ങൾ പറയുകയാണെന്ന് കരുതുക, ഞാൻ ചെറിയ അമ്മാവനെയും സഹായിച്ചിരുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കൂ. ഇതൊരു അമ്പുകൊണ്ട് 3 ഇരകളെ വീഴ്ത്തും. ആ 3ഉം നിങ്ങൾക്കെതിരായിരിക്കും. ഒന്നാമത്തേത്, നിങ്ങൾ ആരെയാണോ സഹായിച്ചത് ആ ചെറിയ അമ്മാവന് നാണക്കേട് തോന്നും. അവരുടെ രഹസ്യം നിങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. അവരുടെ കണ്ണിൽ ഇപ്പോൾ നിങ്ങളൊരു സഹായിയല്ല, മറിച്ച് അത് കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഒരാളാണ്. അവരുടെ ആത്മാഭിമാനം അവരെ നിങ്ങളിൽ നിന്ന് അകറ്റും. ദാനം ചെയ്തിട്ട് അതിനെക്കുറിച്ച് പുകഴ്ത്തിപ്പറയുന്നവൻ ആ ദാനത്തിന്റെ പുണ്യത്തെ ഇല്ലാതാക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. രണ്ടാമത്തേത്, നിങ്ങൾ ആർക്കാണോ കൊടുക്കാതിരുന്നത് ആ വലിയ അമ്മാവനോ മറ്റു ബന്ധുക്കളോ, അവർക്ക് നിങ്ങളോട് അസൂയയും വെറുപ്പും തോന്നും. അവർ ചിന്തിക്കും, കൊള്ളാം, അവന് കൊടുക്കാൻ ഇവന്റെ കയ്യിൽ കാശുണ്ടായിരുന്നല്ലോ, പക്ഷേ ഞങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ ഇവൻ കൈമലർത്തി. ഇവൻ വിവേചനം കാണിക്കുകയാണ്. നിങ്ങൾ വെറുതെ നിങ്ങൾക്കായി പുതിയൊരു ശത്രുവിനെ ഉണ്ടാക്കിയെടുത്തു. മൂന്നാമത്തേത്, സമൂഹം. നിങ്ങൾ പണം വാരിക്കോരി കൊടുക്കുന്ന ആളാണെന്ന് ആളുകൾ അറിയുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും വീടുകളിൽ അത്യാവശ്യങ്ങൾ വരാൻ തുടങ്ങും. എല്ലാവരും അവരുടെ സങ്കടക്കഥകളുമായി വരുന്ന ഒരു കാന്തമായി നിങ്ങൾ മാറും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആർക്കാണോ സഹായം നിഷേധിക്കുന്നത് അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറും. അതുകൊണ്ട് ചാണക്യന്റെ രഹസ്യദാനമെന്ന തത്വം ഇന്നും ഏറ്റവും പ്രായോഗികമായ ഒന്നാണ്. ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ വലതുകൈ നൽകുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ എന്ന്. നിങ്ങളുടെ ഔദാര്യത്തെ ഒരു ശവക്കുഴി പോലെ ശാന്തവും ആഴമുള്ളതുമാക്കി സൂക്ഷിക്കുക. നിങ്ങൾ ഏതെങ്കിലും ബന്ധുവിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം നമുക്കിടയിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് അവരെക്കൊണ്ട് സത്യം ചെയ്യിക്കുക. നിങ്ങളുടെ സ്വന്തം നാവും നിങ്ങൾ അടക്കിവെക്കുക. ഈ കാര്യം മൂന്നാമതൊരാൾ അറിയാൻ അനുവദിക്കരുത്. ഇതിലൂടെ ആ ബന്ധുവിന്റെ കണ്ണിൽ നിങ്ങൾക്ക് ഒരു ദൈവത്തിന്റെ സ്ഥാനമുണ്ടാകും. കാരണം നിങ്ങൾ അവരുടെ പോക്കറ്റ് നിറയ്ക്കുക മാത്രമല്ല, അവരുടെ മാനവും സംരക്ഷിച്ചു. ഇവയായിരുന്നു ആ 5 രഹസ്യങ്ങൾ. യഥാർത്ഥ വരുമാനം, അടുത്ത നീക്കം, നഷ്ടങ്ങൾ, രഹസ്യവരുമാനം, മറ്റുള്ളവരെ സഹായിക്കുന്നത്. എന്നാൽ ഇനി ഇത് എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യും എന്നതാണ് ചോദ്യം. നമ്മൾ സാമൂഹ്യ ജീവികളാണ്. ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, കുത്തിക്കുത്തി ചോദിക്കും, വൈകാരികമായി തളർത്താൻ ശ്രമിക്കും. ഈ സാഹചര്യത്തിൽ മിണ്ടാതിരിക്കുക എന്നത് എളുപ്പമല്ല. സ്വന്തമായിട്ടുള്ള ആരെങ്കിലും ചോദിക്കുമ്പോൾ കള്ളം പറയാൻ പോലും നമുക്ക് പേടിയായിരിക്കും. അപ്പോൾ ചാണക്യന്റെ ആ കാര്യനിർവഹണ നയത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ വലിയൊരു സദസ്സിൽ എല്ലാവർക്കും നടുവിലിരുന്നാലും നിങ്ങളൊരു രഹസ്യമായി തന്നെ തുടരും. നിങ്ങൾ പരുഷമായി പെരുമാറേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അഹങ്കാരിയാകേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറും ബുദ്ധിമാനായാൽ മതി. വഴിതിരിച്ചുവിടുക, അതായത് ശ്രദ്ധ മാറ്റുക എന്ന കല നിങ്ങൾ പഠിക്കണം. ആരെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ മറുപടി പറയുന്നതിന് പകരം അവരോട് ഉപദേശം ചോദിക്കാൻ തുടങ്ങുക. മനുഷ്യ മനഃശാസ്ത്രത്തിലെ ഏറ്റവും വലിയൊരു തന്ത്രമാണിത്. ആരെങ്കിലും ചോദിക്കുകയാണ്, മോനെ, നീയിപ്പോൾ എത്ര സമ്പാദിക്കുന്നുണ്ട്? അപ്പോൾ മറുപടി പറയുക, അതേ അമ്മാവ, ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നത്. ഇപ്പോൾ മാർക്കറ്റ് വളരെ മോശമാണ്, വിലക്കയറ്റം ഇത്രയും കൂടിയിരിക്കുകയാണ്. എങ്ങനെ പണം ലാഭിക്കാം എന്നെനിക്കൊരു പിടിയുമില്ല. നിങ്ങൾക്ക് നല്ല അനുഭവപരിചയമുണ്ടല്ലോ. നിങ്ങളുടെ കാലത്ത് നിങ്ങൾ ഇതെങ്ങനെയാണ് നേരിട്ടിരുന്നത്? നോക്കൂ, നിങ്ങൾ എന്താണ് ചെയ്തതെന്ന്. നിങ്ങൾ പന്ത് അവരുടെ കോർട്ടിലേക്ക് ഇട്ടുകൊടുത്തു. ആളുകൾക്ക് സ്വന്തം വരുമാനം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം അഭിപ്രായം പറയുന്നതാണിഷ്ടം. ഇനി അടുത്ത 15 മിനിറ്റ് പണം എങ്ങനെ ലാഭിക്കാം എന്നതിനെക്കുറിച്ച് അവർ നിങ്ങൾക്ക് പ്രഭാഷണം നൽകും. ഇതിനിടയിൽ നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ചുള്ള ആ ചോദ്യം കാറ്റിൽ പറന്നുപോകും. നിങ്ങൾ അവർക്ക് ഇത്രയും പ്രാധാന്യം നൽകിയതിൽ അവർ സന്തോഷിച്ചു മടങ്ങും. അവർക്ക് യാതൊരു വിവരവും നൽകേണ്ടി വന്നില്ലല്ലോ എന്നതിൽ നിങ്ങൾക്കും സന്തോഷിക്കാം. പാമ്പും ചാകണം, എന്നാൽ വടിയും ഒടിയരുത് എന്ന് പറയുന്നത് ഇതിനെയാണ്. ഓർക്കുക, നിങ്ങളുടെ സ്വകാര്യതയാണ് നിങ്ങളുടെ കവചം. പഴയകാലത്തെ രാജാക്കന്മാർ തങ്ങളുടെ നിധിയുടെ മാപ്പ് ആർക്കും പറഞ്ഞുകൊടുക്കുമായിരുന്നില്ല, സ്വന്തം പടനായകനോട് പോലും. എന്തുകൊണ്ട്? കാരണം സമയത്തിനും സാഹചര്യത്തിനുമനുസരിച്ച് വിശ്വസ്തത മാറുമെന്ന് അവർക്കറിയാമായിരുന്നു. ഇന്ന് നിങ്ങളുടെ സുഹൃത്തായിരിക്കുന്നവൻ നാളെ ഒരു തുണ്ട് ഭൂമിക്കു വേണ്ടി നിങ്ങളുടെ ശത്രുവായി മാറാം. ബന്ധങ്ങൾ വളരെ മനോഹരമാണ്. അവയ്ക്ക് സ്നേഹവും സമയവും ബഹുമാനവും നൽകുക. എന്നാൽ അവർക്ക് നിങ്ങളുടെ സാമ്പത്തിക രഹസ്യങ്ങൾ നൽകരുത്.
കാരണം സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ വർദ്ധിക്കുന്നു. എന്നാൽ സമ്പത്തിന്റെ രഹസ്യം പങ്കുവയ്ക്കുമ്പോൾ സമ്പത്തും ബന്ധവും ഒരുപോലെ കുറയുന്നു. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ഒരു വാക്ക് നൽകുക, ഒരു പ്രതിജ്ഞയെടുക്കുക. ഇന്നുവരെ സംഭവിച്ചത് സംഭവിച്ചു. എന്നാൽ ഇനി മുതൽ എന്റെ വീട്ടിലെ ചുവരുകൾക്ക് എന്റെ വരുമാനം അറിയാൻ കഴിഞ്ഞേക്കാം, എന്റെ ഡയറിക്ക് അറിയാൻ കഴിഞ്ഞേക്കാം. എന്നാൽ മൂന്നാമതൊരാൾ ഇതറിയാൻ പാടില്ല. നിങ്ങൾ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളായി മാറുന്തോറും നിങ്ങളുടെ വിജയത്തിന്റെ വേഗത വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആരുടെയും കണ്ണുകിടില്ല, ആരും തടസ്സം നിൽക്കില്ല, ആരും നിങ്ങളുടെ വിജയത്തിന് വിലങ്ങുതടിയാകുകയുമില്ല. നിങ്ങൾ നിശബ്ദനായ ഒരു കോടീശ്വരനാകാനുള്ള വഴിയിലാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബഹളം വയ്ക്കുന്ന കോടീശ്വരന്മാരെക്കാൾ സമാധാനം നിശബ്ദരായിരിക്കുന്ന ലക്ഷാധിപതികൾക്കുണ്ട്.